നമസ്കാരം, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ചെർപ്പളശ്ശേരി മഞ്ചക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് 11 സെന്റ് സ്ഥലത്ത് 2100 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള കണ്ടംപററി സ്റ്റൈലായിട്ടുള്ള വീടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1300 സ്ക്വയർ ഫീറ്റ്, ഫസ്റ്റ് ഫ്ലോറിൽ 800 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി ആയിരുന്നു ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അന്നായിരുന്നു ഇതിൻ്റെ പാല് കാച്ചൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു വർഷം കൊണ്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. എൻ്റെ പേര് റിജുൽദാസ് എന്നാണ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ശില്പീസ് എഞ്ചിനീയേഴ്സ് ആൻഡ് വാസ്തു കൺസൾട്ടൻസ് എന്നാണ്. ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് മഞ്ചേരിയിലാണ്. അപ്പോൾ ഈ വീട് നിൽക്കുന്നത് ഇവിടെ ചെർപ്പളശ്ശേരി മഞ്ചക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ എലിവേഷൻ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഒരു കണ്ടംപററി ഫ്ലാറ്റ് റൂഫ് ആയിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഈ രണ്ട് സൈഡിൽ ബ്രിക്ക് ക്ലാഡിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ റെഡ് കളർ കാണുന്നത് ബ്രിക്ക് ക്ലാഡിംഗ് ആണ്. ഒരു ഓഫ് വൈറ്റ് കളറാണ് നമ്മൾ ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ പില്ലേഴ്സ് ഒക്കെ കാണുന്നത് ഒരു സിമെൻറ്റ് ടെക്സ്ചർ, ഒരു ഗ്രേ ടെക്സ്ചർ ആയിട്ടുള്ള ഒരു കളറിലാണ്. അത് നമ്മൾ ടെക്സ്ചർ പെയിൻ്റ് ആണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു എലിവേഷൻ്റെ ഭാഗമായിട്ട് ഈ റൂഫിന് ഒരു വി പോലെ സ്ക്വയർ പൈപ്പ് കൊണ്ട് ഒരു വി എന്നുള്ള ഷേപ്പിൽ ഒരു ഇത് കൊടുത്തത് കാണാൻ പറ്റും. അതതിൻ്റെ ഒരു എക്സ്റ്റീരിയറിൻ്റെ ഒരു ലുക്ക് കൂടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് ചെയ്തിട്ടുള്ളത്. സംതിങ് ഡിഫറെൻ്റ് എന്ന രീതിയിലാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ വീടിൻ്റെ ഫേസിങ് വരുന്നത് സൗത്ത് സൈഡിലേക്കാണ് ഇതിൻ്റെ ഫേസിങ് വരുന്നത്. സിറ്റ് ഔട്ട് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഈ ഒരു പില്ലറ് നമ്മളൊരു ടെക്സ്ചർ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ നമ്മളൊരു ബ്രിക്ക് ക്ലാഡിംഗ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫ്ലോറിംഗ് ആണെങ്കിൽ വരുന്നത് മാർബോണൈറ്റ് ആണ് ഇതിൻ്റെ ഫ്ലോറിങ് വരുന്നത്. ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബോർഡർ വരുന്നതും ലപ്പോത്ര നമ്മുടെ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. ഇതിൻ്റെ മെയിൻ ഡോർ വരുന്നത് ഇത് സ്റ്റീൽ ഫ്രെയിമാണ്. ഇതിൻ്റെ ഫ്രെയിം വരുന്നത്, ഇതിൻ്റെ കട്ടില വരുന്നത് സ്റ്റീലാണ്. ഇതിൻ്റെ ഡോറ് വരുന്നത് തേക്കാണ്. ഇതിൻ്റെ ഡോറ് വരുന്നത് ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് വലുതാവാനുണ്ട്. അതും കൂടി വന്നാലേ ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും കിട്ടുള്ളൂ. അതിലേക്ക് വിസിബിലിറ്റി വരുന്ന ഈ ഭാഗത്ത് ജസ്റ്റ് നമ്മുടെ സ്ക്വയർ പൈപ്പ് കൊണ്ട് ഒരു പർഗോള പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഡോറ് തുറന്ന് വരുന്നത് തന്നെ ചെറിയൊരു ഫോയർ സ്പേസിലേക്കാണ്. ഈ ഫോയർ സ്പേസ് എന്ന് പറയുന്ന സംഭവം കൊടുക്കാൻ തന്നെ കാരണം ഇത് ലിവിങ്ങിലേക്ക് മെയിൻ ഡോറിൻ്റെ ഒരു ശല്യം കൂടി വരണ്ട എന്നുള്ള രീതിയിലാണ്. ഈ ഫോയർ സ്പേസിൽ നിന്നാണ് നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വരുന്നത്. ഇത് ചെറിയൊരു ലിവിങ് റൂമാണ്. ഒരു 10 അടി നീളം, ഒരു 9.5 അടി വീതിയുള്ള ഒരു ചെറിയ ലിവിങ് റൂമാണ്. ഒരു ഗസ്റ്റ് ലിവിങ് എന്നുള്ള രീതിയിലാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇവിടെ തന്നെ ഒരു TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ TV യൂണിറ്റ് ചെറിയൊരു സ്പേസിൽ തന്നെയാണ് ഈ TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ സെറ്റി കണ്ടാൽ അറിയാൻ പറ്റും. ഒരു ഗ്രേ കളർ സെറ്റി, നല്ല ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു സുഖം തോന്നുന്നൊരു സെറ്റിയാണത്. ഈ ഡിസൈനിന് ഈ ഒരു സെറ്റി ഞങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു സെറ്റിയായിരുന്നു. അവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സെറ്റിയാണിത്. അതുപോലെ തന്നെ ഈ ലിവിങ് റൂമിലേക്ക് നല്ല വെന്റിലേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരു 4 കള്ളി ജനലും അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു 2 കള്ളി ജനലുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഈ വീടിൻ്റെ തന്നെ എക്സ്റ്റീരിയർ ഡിസൈന് അക്രലിക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് കാണാൻ പറ്റും. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഡൈനിങ് ഹാളാണ് ഈ വരുന്നത്. ചെറിയൊരു ഡൈനിങ് ടേബിൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് വാളിൽ ചെറിയൊരു ബുദ്ധ കൺസെപ്റ്റ് ടെക്സ്ചർ പെയിൻറ് തന്നെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഇതുപോലെ നല്ലൊരു വെന്റിലേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് ഹൈറ്റ് കൂടിയിട്ടുള്ളൊരു 4 കള്ളി ജനൽ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക് വാൾ കണ്ടാലേ അറിയാം, ഒരു ബുദ്ധ കൺസെപ്റ്റ് ടെക്സ്ചർ പെയിൻറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ സീലിംഗ് കണ്ടാലറിയാം, ഒരു വൈറ്റ് നമ്മൾ ജിപ്സം സീലിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ ഒരു വുഡൻ ടച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വുഡൻ കട്ടിങ്സ് കൊടുത്തിട്ട് അതിൽ നിന്നൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണിത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് CNC കട്ടിങ് ആണ്. നമ്മൾ മൾട്ടിവുഡിൽ CNC കട്ട് ചെയ്തിട്ടുള്ള ഒരു പാർട്ടീഷൻ വാളാണ് ഈ മുകളിൽ കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ അറിയാം, ഈ പോർഷൻ ചെറുതായിട്ടൊന്ന് താത്തിയിട്ടതാണ്.
ഇവിടേക്ക് ഭാവിയിൽ നമ്മളൊരു ചെറിയ വെള്ളം നിറച്ചിട്ട് അതിലൊരു കൃഷ്ണൻ്റെ വിഗ്രഹം ഇരിക്കുന്ന പോലുള്ളൊരു കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നമ്മളെ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റെയർ കംപ്ലീറ്റ് ഈ പറഞ്ഞ പോലെ ലെപ്പോത്രയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പിൻ്റെ ടോപ്പ് സൈഡ് കംപ്ലീറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ്. കാരണം ഒരു വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളറാണ് നമ്മൾ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ഒരു സി ടൈപ്പ് സ്റ്റെയർ ആണ്. അതുപോലെ തന്നെ എല്ലാ വീടുകളിലും നിങ്ങൾ പൊതുവെ കാണാറുണ്ടായിരിക്കുക ഒരു സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ ആയിരിക്കും. ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ക്വയർ പൈപ്പ് തന്നെയാണ് ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത്. അതിന് ഒരു വുഡൻ ഹാൻഡ് റെയിൽ പോലെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ സ്റ്റെപ്പിന് മാക്സിമം സ്പേസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഹാൻഡ് റെയിലിൻ്റെ ഈ ബാലുസ്ട്രൊക്കെ സൈഡിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. കാരണം സാധാരണ പല വീടുകളിലും കാണുന്നത് സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്നും ഹാൻഡ് റെയിൽ കൊടുക്കുന്നതാണ്. ഇത് ഈ സ്റ്റെപ്പിൻ്റെ ത്രൂ ഔട്ട് വിടുത്ത് ഫുള്ള് നമുക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഹാൻഡ് റെയിലിൻ്റെ ബാലുസ്ട്രൊക്കെ സൈഡിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ സ്റ്റെയർ മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ സ്റ്റീലിൻ്റെ ആണ് ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം കൊടുത്തിട്ടുള്ളത്. ഡോറിൻ്റെ ഫ്രെയിം കൊടുത്തിട്ടുള്ളത്. ഡോറ് വരുന്നത് വുഡ് തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ഫോയർ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൻ്റെ ഡോറ് ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നിന്നും ഡയറക്റ്റ് നോക്കിയാൽ ഈ ഒരു ടോയ്ലറ്റിൻ്റെ ഡോറ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഈ പ്ലാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫിറ്റിങ്സ് എല്ലാം വരുന്നത് കെറോവിറ്റിൻ്റെ ഫിറ്റിങ്സ് ആണ്. നമ്മുടെ കജാരിയൻ്റെ ബ്രാൻഡിൻ്റെ കെറോവിറ്റിൻ്റെ ഫിറ്റിങ്സ്. അതുപോലെ തന്നെ ഹിൻഡുവെയറിൻ്റെ ടോയ്ലറ്റ് വരുന്നുണ്ട്, ക്ലോസറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ വയറുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക്കലിൻ്റെ വയറുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ഹാവൽസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ജി എം എന്ന ബ്രാൻഡിൻ്റെ സ്വിച്ചുകളാണ്. ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന് ജിപ്സത്തിൽ തന്നെ ഒരു ജസ്റ്റ് ഒരു ബോർഡർ പോലെ കൊടുത്ത് കാണാൻ പറ്റും. നമ്മളെ പഴയ വീടുകളിലൊക്കെ കാണുന്ന പോലെ ജസ്റ്റ് ഒരു ബോർഡർ പോലെ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ബോർഡർ പോലെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വൈറ്റ് വുഡൻ ഫിനിഷാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് വുഡ് കോംബോ ആണ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രധാന വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബെഡ് കോട്ടിൻ്റെ ആ ഒരു ഹെഡ് ബോർഡാണ്. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു 2 സ്റ്റീലിൻ്റെ റീപ്പർ മാത്രം കൊടുത്തിട്ട് ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു ഹെഡ് ബോർഡാണ് ചെയ്തിട്ടുള്ളത്. അതൊരു കോസ്റ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്ലൈവുഡിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ബെഡ് കോട്ടാണെങ്കിലും ഹെഡ് ബോർഡാണെങ്കിലും അതിന് വുഡൻ മൈക്ക കൊണ്ട് കവർ ചെയ്തിട്ടുള്ളതാണ്. ഷെൽഫാണെങ്കിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. നമ്മളെ പ്ലൈവുഡ് കൊണ്ട് ചെയ്തിട്ട് അതിന് വുഡൻ മൈക്ക കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് ചെതല് പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ മൾട്ടി വുഡിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്കാണ് ഈ പ്ലൈവുഡിൻ്റെ ഷെൽഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുമരായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് മൾട്ടി വുഡിൻ്റെ പീസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഷെൽഫുകളാണ് എല്ലാം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയും ഡോറ് ഫ്രെയിം സ്റ്റീലിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡോറ് വുഡാണ് ചെയ്തിട്ടുള്ളത്. ആ ബെഡ്റൂമിലെ പോലെ തന്നെ ഇതിനും ഈ ഒരു ചെറിയ ഫോയർ സ്പേസിൽ നിന്നാണ് ടോയ്ലറ്റിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇവരുടെ പാരൻസ് ബെഡ്റൂമാണ്. അവരുടെ അഭിലാഷ് ഏട്ടൻ്റെ അച്ഛനും അമ്മയും ഉപയോഗിക്കുന്ന ഒരു ബെഡ്റൂമാണിത്. ഇതിനും ഈ പറഞ്ഞ പോലെ തന്നെ ആ ബെഡ്റൂമിൻ്റെ അതുപോലെ തന്നെ സെയിം സീലിംഗ് പാറ്റേൺ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജിപ്സത്തിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെയും ഇതുപോലെ തന്നെ വൈറ്റ് വുഡൻ കോമ്പിനേഷനാണ്, ആ ഒരു കളർ തീമാണ് ഇവിടെയും അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷെൽഫ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു മിറർ യൂണിറ്റും ഇവിടെ കാണാൻ പറ്റും ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ മാക്സിമം വെന്റിലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ വലിയൊരു 3 കള്ളി ജനലും ഈ സൈഡിലും അതുപോലെ തന്നെ വലിയൊരു 3 കള്ളി ജനൽ, 2 വലിയ 3 കള്ളി ജനലാണ് ബെഡ്റൂമിൻ്റെ 2 വാളുകളിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെയും ഇതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹെഡ് പാനൽ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഒരു ഹെഡ് പാനൽ കൊടുത്തിട്ട് അതിന് മൈക്ക ഫിനിഷ്, വുഡൻ മൈക്ക ഫിനിഷിലാണ് അത് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഒരു കളർ പാറ്റേൺ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും. ചളി ആയാൽ പോലും നമുക്ക് പെട്ടെന്ന് കാണാത്ത രീതിയിലുള്ള ഏകദേശം നമ്മുടെ ആ ഒരു വുഡ് കളറായിട്ടുള്ള ഒരു പാറ്റേൺ കളറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചളി ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത്.
സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമായിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രൈ ഏരിയ, ഒരു വെറ്റ് ഏരിയ എന്നുള്ള രീതിയിൽ തന്നെയാണ് 2 ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ ആണെങ്കിലും ആദ്യം കാണിച്ച റൂമിൻ്റെ ആണെങ്കിലും സൈസ് വരുന്നത് 13 അടി നീളവും 11.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂം രണ്ടും വരുന്നത്. ടോയ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ 8 അടി നീളവും 2.40 നീളവും 1.5 മീറ്റർ വീതിയാണ് ടോയ്ലറ്റ് വരുന്നത്. ഡൈനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇങ്ങനൊരു സ്പേസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒരു റിലാക്സ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട്. ഈ സ്ലൈഡിങ് ഡോർ കൊടുത്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു സ്റ്റീൽ പൈപ്പിൻ്റെ പർഗോളയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി അങ്ങോട്ട് ഇറങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡിങ് ഡോർ തുറന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് ആക്സസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഇതിന് നമ്മളൊരു ടെക്സ്ചർ ഫിനിഷാണ് ഇതിൻ്റെ ചുമര് കൊടുത്തിട്ടുള്ളത്. ഒരു ടെക്സ്ചർ ഫിനിഷ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു പ്രധാന അട്രാക്ഷനിലൊന്ന് തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അവർക്ക് റിലാക്സ് ആയിട്ട് വന്നിരിക്കുക ഒരു പാഷ്യോ ഏരിയ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കിച്ചണിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കിച്ചൺ വരുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു കിച്ചൺ ആയിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ നമുക്ക് കിഴക്ക് ഭാഗത്തേക്കായിട്ട് നമുക്കൊരു സ്റ്റൗവ് വരുന്നുണ്ട്, ഒരു ഇലക്ട്രിക് ചിമ്മിനി വരുന്നുണ്ട്, LEKയുടെ ഒരു ഇലക്ട്രിക് ചിമ്മിനി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ വിൻഡോസ്, ഹൈറ്റ് കുറഞ്ഞ വിൻഡോസാണ്. പിന്നെ മാക്സിമം വാൾഡ്രോപ്പ് സ്പേസും ക്യാബിൻ സ്പേസും മാക്സിമം കൊടുത്തിട്ടുണ്ട് അവരുടെ സ്റ്റോറേജിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു വാട്ടർ ഫിൽറ്റർ ഇവിടെ വെച്ചിട്ടുണ്ട്, ഒരു പ്യൂരിഫയർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ക്രോക്കറി ഷെൽഫ് പോലെ പാത്രങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട്, ചെറിയ പാത്രങ്ങൾ ഗ്ലാസ്സുകളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷെൽഫ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ഫ്രിഡ്ജിൻ്റെ സ്പേസ് ഇവിടെ കാണാൻ പറ്റും. മാക്സിമം എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൻ്റെ ഒരു സീലിംഗ്, കിച്ചണിലും ഒരു ഭംഗിയുള്ള സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു L ഷേപ്പിൽ, 2 L ഷേപ്പിലുള്ള ഒരു വുഡൻ ഫിനിഷിലുള്ള സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഗ്രേ കളറിലായിരുന്നു ഇവിടുത്തെ ഒരു വാൾഡ്രോബ്സ് ഒക്കെ, അതായത് പെട്ടെന്ന് ചളി ആയാൽ അറിയാത്ത രീതിയിലുള്ള ഒരു കളർ എന്നുള്ള രീതിയിൽ ഒരു ഗ്രേ കളറിലുള്ള ഒരു കോംബോ ആയിരുന്നു അവരുടെ വാൾഡ്രോബ്സ് ഒക്കെ ഉദ്ദേശിച്ചിരുന്നത്. അത് അതേപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിൽ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ഒരു വുഡൻ ഫിനിഷ് ആയിട്ടുള്ള ടൈൽസ് ആണ്, നമ്മൾ മാർബോണൈറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും ചളി, കിച്ചണിലൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി ചളി വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കളറ് ഫ്ലോറിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൻ്റെ സ്ലാബ് ടോപ്പ് ആണെങ്കിലും ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്രേ കളറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സാധനങ്ങൾ ഒക്കുപ്പൈ ചെയ്യുന്ന രീതിയിൽ തന്നെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും സ്പൂണുകളും കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ട്രേകളൊക്കെ സ്റ്റീലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാക്സിമം സ്റ്റോറേജ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു സിങ്കാണ് വരുന്നത്. ഇത് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പൈപ്പാണ്. നമുക്ക് നമ്മളെ പാത്രം കഴുകുന്നതിന് വേണ്ടിയിട്ട് ഏത് ആംഗിളിൽ വേണമെങ്കിലും ഇത് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ തിരിച്ചു വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു ടാപ്പാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം വരുന്നുണ്ട് ഈ ഭാഗത്തേക്കായിട്ട്. ഒരു കിച്ചണോടനുബന്ധിച്ച് തന്നെ ഒരു ചെറിയ സ്റ്റോർ റൂം വരുന്നുണ്ട് അവരുടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ സ്റ്റെപ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ സ്ക്വയർ പൈപ്പിലും ഒരു വുഡൻ ഹാൻഡ് റെയിലുമാണ് ഇതിൻ്റെ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പിൻ്റെ വീതി മാക്സിമം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സൈഡിൽ നിന്നാണ് ബാലസ്റ്റർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹാളിലേക്ക് നല്ല വെന്റിലേഷൻ കിടക്കുന്നതിന് വേണ്ടിയിട്ട് വാളിൽ നല്ലൊരു പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂഫിലാണെങ്കിലും മുകളിലാണെങ്കിലും ഒരു പർഗോള സ്ലാബ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാക്സിമം വെളിച്ചം ഹാളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അപ്പർ ലിവിങ് കണ്ടാൽ അറിയാം, ഇവിടെ ഒരു സ്റ്റഡി സ്പേസ് ആണ്. ഇവിടെ ചെറിയ 2 മക്കൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഇവിടെ ചെറിയൊരു പൂജാമുറി, ഒരു പ്രെയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതിനും അവർ കുറച്ച് വിശ്വാസികളാവുന്നത് കൊണ്ട് തന്നെ ഒരു പ്രെയർ റൂം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതെല്ലാം പ്ലൈവുഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ അവിടെ ഒരു ഇത് കാണാം, വൈറ്റ് ഇതിൽ കാണുന്നത് ഒരു CNC കട്ടിംഗ് ആണ്. നമ്മൾ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള ഒരു CNC കട്ടിംഗ് ആയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്ലാസ്സിലും 2 മയിൽപ്പീലി പോലുള്ള ഒരു ഹാച്ചിങ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാം. മാക്സിമം ചെറിയൊരു കോസ്റ്റിൽ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ഈ പ്രെയർ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള ഒരു ഡോറാണ് വരുന്നത്. ഇതിനോട് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് വായിക്കുന്നതിനോ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ബേ വിൻഡോ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബേ വിൻഡോ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആണ് നമ്മുടെ അഭിലാഷേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണിത്. ഇവിടെ നല്ലൊരു കളർ തീം തന്നെയാണ്, ഈ പറഞ്ഞ പോലെ വൈറ്റ് ആൻഡ് വുഡ് തീം തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൊരു തീം എന്ന് പറയുന്നത്. ഇവിടെ ഒരു മിറർ യൂണിറ്റ് ഉണ്ട്. ഈ മിറർ യൂണിറ്റ് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അതവരുടെ ഒരു ഹിഡൻ സ്പേസ് പോലെ തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു മിറർ മാത്രമാണ്, പക്ഷെ അതിങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഷെൽഫ്, ഒത്തിരി സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഷെൽഫാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കുപ്പൈ ചെയ്യുന്നതിനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഷെൽഫാണ് ഇതിൻ്റെ വരുന്നത്. ഇവിടെ ഇതുപോലെ തന്നെ ഡേ ലൈറ്റ് മാക്സിമം കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 വലിയ വിൻഡോസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഒരു മൊത്തത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ബെഡ്റൂമുകളിലും ഒരു വുഡ് വൈറ്റ് തീമാണ് എല്ലാ ബെഡ്റൂമുകളിലും കൊണ്ടുവന്നിട്ടുള്ളത്. ഫ്ലോറിങ് കംപ്ലീറ്റ് മാർബോണൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാർബോണൈറ്റിൻ്റെ വലിയ സ്ലാബാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. 800x400 600ൻ്റെ ഒരു വലിയ സ്ലാബുകളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ബെഡ്റൂമിൻ്റെയും ബാത്റൂം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബെഡ്റൂമിൽ നിന്ന് നേരിട്ട് കാണാത്ത രീതിയിൽ ബെഡ്റൂമിൻ്റെ ഡോറ് തുറന്നു കഴിഞ്ഞാലുള്ള ഫോർ സ്പേസ് എന്നാണ് എല്ലാ ബാത്റൂമിൻ്റെയും ഡോറുകൾ കൊടുത്തിട്ടുള്ളത്. അത് ബെഡ്റൂമിൽ നിന്നും ഡയറക്റ്റ് വിസിബിലിറ്റി ബാത്റൂമിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ബെഡ്റൂമിനും അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരു വുഡൻ വൈറ്റ് തീമാണ് കളറെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ഹെഡ് ബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ എക്കണോമിക്കലും എന്നാൽ കാണാൻ ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെയൊക്കെ ഹെഡ് ബോർഡ്, എല്ലാ ബെഡ് കോട്ടിൻ്റെയും ഹെഡ് ബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു വുഡ് വൈറ്റ് കോംബോ ആണ്. ഒരു വുഡൻ ബോർഡ് വെച്ച പോലെയാണ്. അതിമെന്നാണ് നമുക്ക് ബെഡ്റൂമിലേക്കുള്ള സ്പോട്ട് ലൈറ്റ്, നമ്മുടെ BLDC ഫാൻ എല്ലാം വരുന്നത് അതിൽ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ടോയ്ലറ്റിൻ്റെ ഈ വാളിനോടനുബന്ധിച്ച് വരുന്ന ഈ ഭാഗത്താണ് നമ്മുടെ അത്രയും വലിയ ലെങ്ത്തിൽ നമ്മളൊരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡുകളാണ് ഇപ്പോൾ ഈ ബെഡ്റൂമിലെ എല്ലാം വരുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഈ കബോർഡുകളിലെല്ലാം. അതുപോലെ തന്നെ ഒരു മിറർ യൂണിറ്റ് ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് ഇതിനോടനുബന്ധിച്ച് തന്നെ നല്ല രീതിയിലുള്ള ഒരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ ജനൽ വരുന്നത് കൊണ്ട് ഡേ ലൈറ്റിൽ തന്നെ നമ്മുടെ ഒരുങ്ങാൻ, അതായത് പ്രത്യേകിച്ചൊരു ലൈറ്റിൻ്റെ ആവശ്യമില്ലാതെ ഡേ ലൈറ്റിൽ തന്നെ നമ്മുടെ മുഖം എങ്ങനെയുണ്ടെന്ന് കാണാൻ ഈ മിറർ യൂണിറ്റുകൾ സഹായിക്കും. കാരണം ജനലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ. ഈ വീട് വന്നിട്ടുള്ളത് 2100 സ്ക്വയർ ഫീറ്റാണ്. താഴെ 1300 സ്ക്വയർ ഫീറ്റും മുകളിൽ 800 സ്ക്വയർ ഫീറ്റുമാണ് ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ വന്നിട്ടുള്ളത്. ഈ വീട്ടിൽ നിങ്ങൾ കണ്ടു, സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, ഒരു ചെറിയ യൂട്ടിലിറ്റി സ്പേസ്, താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, ചെറിയൊരു അപ്പർ ലിവിങ്, പ്രെയർ റൂം, ഒരു ബാൽക്കണി എന്നീ സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ളത്. മൊത്തം 2100 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഏകദേശം 50 ലക്ഷം രൂപയാണ് മൊത്തം ഈ വീടിൻ്റെ ഫിനിഷിങ്ങിനായിട്ട് വന്നിട്ടുള്ളത്, ടോട്ടൽ എമൗണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, റിജുൽദാസ് വി. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് ശില്പീസ് എഞ്ചിനീയേഴ്സ് ആൻഡ് വാസ്തു കൺസൾട്ടൻസ്. എൻ്റെ സ്ഥാപനം വരുന്നത് മഞ്ചേരിയാണ്. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇങ്ങനത്തെ വീടുകൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം.
ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.